ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ JGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികളൊക്കെ നമുക്കാകെ 2 റെഗുലർ അലോട്ട്മെൻറ്റുകളാണുള്ളത്. അതിനുശേഷം വരുന്ന അലോട്ട്മെൻറ്റുകൾ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് വേക്കൻസികൾ അലോട്ട്മെൻറ്റുകളായിട്ടാണ് പോവുക. അപ്പോൾ അതിനുള്ള സീറ്റുകളൊക്കെ നിങ്ങളുടെ LBS വഴി നിങ്ങൾക്ക് വിവരങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്യുന്നതാണ് അവർ പറയുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ LBS സെൻറ്റർ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി സ്പെഷ്യൽ അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിച്ചവർ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യണം. അത് അടച്ചിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരാം. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം ചേരാത്തവർ മറ്റേതെങ്കിലും അലോട്ട്മെൻറ്റുകൾക്കായിട്ട് പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ പേയ്മെൻറ്റോ റീഫണ്ടിനെ കുറിച്ചിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത് തരാം. ഇതാണ് ഫീസ് റീഫണ്ട് ചെയ്യുക. പ്രവേശനം റദ്ദാക്കുന്നവർക്കും അവസാന തീയതിക്ക് മുമ്പ് റദ്ദാക്കിയാൽ ടോക്കൺ ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, അതായത് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചിട്ടും കോളേജിൽ ചേർക്കാത്തവർക്ക് ഫീസ് തിരികെ ലഭിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ 6, 7, 8 തീയതിയിൽ ആണ് അവർക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കോളേജ് കിട്ടിയാൽ നിങ്ങൾക്ക് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. ഈ കിട്ടാത്ത കുട്ടികൾ എന്ത് റീസൺ കൊണ്ടാണ് കിട്ടാത്തത് എന്നറിയാൻ അറിയണം എന്നുള്ളവരുണ്ടായിരിക്കും. അവർ ഒന്നെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റുകൾ കൊടുക്കാൻ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് അതുപോലെ തന്നെ മറ്റു കോഴ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ഏജ് കൂടുതലായിരിക്കും. അപ്പോൾ ഏജുള്ള കുട്ടികൾക്കാണ് ഏജ് കൂടുതലുള്ള കുട്ടികൾക്കാണ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ സയൻസ്, നോൺ സയൻസ് എന്നിവയുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്ത കുട്ടികളുണ്ടായിരിക്കും. അവരേക്കാൾ പ്രയോറിറ്റി ഉണ്ടായിരിക്കും സയൻസ് എടുത്ത കുട്ടികൾക്കായിരിക്കും. ഇപ്പോൾ നോൺ സയൻസുള്ള കുട്ടികൾക്ക് കിട്ടാത്തതിൻ്റെ റീസൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സയൻസ് എടുത്ത കുട്ടികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ബയോളജിയുടെ മാർക്കാണ് അവർ നോക്കുക. പിന്നെ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളാണ് അവർ നോക്കുക. പിന്നുള്ളത് റാങ്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറവായിരിക്കാം. അതുപോലെ തന്നെ റാങ്ക് SC/ST സ്റ്റുഡൻസിനൊക്കെ കൂടുതൽ റിസർവേഷൻ സീറ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ജനറൽ സ്റ്റുഡൻസിന് കിട്ടുക. ഒന്നെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് റാങ്കിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകളിൽ കിട്ടാനുണ്ടാവുക. അപ്പോൾ ഇനിയും കുറച്ചും കൂടി റാങ്ക് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലാണിത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.